ഇപ്പോൾ കാറിൻ്റെ എച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് കാർത്തിക്കാണ്. കാർത്തിക് ഇപ്പോൾ എച്ച് എടുക്കുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഇന്നാണ് ആളിന് എച്ച് തുടങ്ങിയത്. അപ്പോൾ എച്ച് തുടങ്ങി ആദ്യം ഞാൻ കൂടെ നടന്ന് പറഞ്ഞു കൊടുത്തു, രണ്ടാമത് ഭാഗികമായി പറഞ്ഞു കൊടുത്തു, മൂന്നാമത് ഞാൻ കസേരയിലിരുന്നു കൊണ്ട് കാർത്തിക് എച്ച് എടുക്കുന്നത് നോക്കി കാണുകയാണ്. അപ്പോൾ അവിടെ തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻ്റുകൾ പറഞ്ഞു കൊടുക്കുകയും കാർത്തിക് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇരുവശങ്ങളിലെ സൈഡ് മിററുകളിലൂടെ മാത്രം നോക്കിയാണ് ആളെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാറിൻ്റെ അതായത് ആളിൻ്റെ അറ്റൻഷൻ വേറെ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അവിടെ സൈഡ് മിററിലൂടെ നോക്കി കമ്പിയെ ചേർത്ത് തിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ അവിടെ തിരിച്ച് കഴിഞ്ഞു, അവിടെ തട്ടൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആൾ ഇപ്പുറത്തെ മിററിൽ നോക്കും. ഇപ്പുറത്തെ മിററിനെ നോക്കി കണ്ട ബോഡി ലെവലാകുമ്പോൾ പെട്ടെന്ന് 2 റൗണ്ട് തിരിക്കും. കണ്ട 2 റൗണ്ട് പെട്ടെന്ന് തിരിച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഇനി ഈ കമ്പിയെ ചേർത്ത് അകത്ത് കയറും. കണ്ട ഇവിടെ കമ്പിയെ ചേർത്ത് തിരിക്കൂ. കണ്ട ബാക്ക് ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ അയക്കിച്ചത് പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കാർത്തിക്കിന് എച്ച് പഠിപ്പിച്ചു. അതിൽ 2 പ്രാവശ്യം ആദ്യം പറഞ്ഞു കൊടുത്തു, 2 ഭാഗികമായി പറഞ്ഞു, റിട്ടേൺ. ഇത് 3ാമത്തെ പ്രാവശ്യമായപ്പം കാർത്തിക് തനിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി 4ഉം 5ഉം റൗണ്ടുകൾ ഇനിയിപ്പോൾ കാർത്തിക് തനിച്ചെടുക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കാണില്ല. കാർത്തിക് വെയിറ്റ്, എച്ച് എപ്പോഴും തുടങ്ങി? ഇപ്പോഴും 3ാമത്തെ റൗണ്ടായി. ഇപ്പോൾ എടുക്കാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എച്ച് എടുക്കുമ്പോൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം? കമ്പി കഴിയുന്നതിന് മുമ്പ് സൈഡ് മിററിലൂടെ മാത്രം നോക്കിയെടുക്കാൻ പാടുള്ളൂ, അല്ലേ? നമ്മൾ വേറെ എങ്ങോട്ടും നോക്കിക്കളയരുത്. ആ സൈഡ് മിററാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ചില കുട്ടികളിൽ നിന്ന് എച്ച് എടുക്കുമ്പോൾ അവർ ആ സൈഡ് മിററിന് നോക്കില്ല, അവർ ഡയറക്ഷൻ മാറ്റിക്കളയും. അതുപോലെ മറ്റൊരു സംഭവം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തായിരുന്നു അറിയോ? സ്റ്റിയറിംഗ് തിരിക്കുന്ന സ്പീഡ്. ആ കറക്റ്റ് കമ്പി തട്ടിലെന്ന് അപ്പോഴും തന്നെ നമ്മൾ തിരിക്കണം. ചിലർക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ ലാഗിങ് വരും. അതുപോലെ വേറെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? സ്പീഡ് കൺട്രോൾ. കറക്റ്റ് ക്ലച്ച് എവിടെ തന്നെ നിൽക്കുന്നു? ഹാഫ് ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന കൂടിപ്പോയാൽ അല്ല, സ്പീഡ് കൂടുന്നതോടൊപ്പം ഒരുപക്ഷെ എൻജിൻ എന്തായി പോകും? എൻജിൻ നിന്ന് പോകും, അല്ല എൻജിൻ ഓഫായി പോകും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ബേസിക് കൺട്രോളുകൾ നമ്മൾ 3-4 ദിവസങ്ങൾ പഠിച്ചതാണ്. ക്ലച്ചിൻ്റെ കൺട്രോൾ, അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തുടങ്ങിയതിന് നമ്മൾ പഠിച്ചത് സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആകുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തെന്നറിയോ, നമ്മൾ ചില കുട്ടികളെ നമ്മൾ എത്ര എച്ച് പഠിപ്പിച്ചാലും ചിലപ്പോൾ 3-4 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞാലും അവർ എച്ച് കറക്റ്റ് ആവില്ല. അത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമല്ല, പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധയോടുകൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു കാര്യത്തിൽ അവർ അറ്റൻഷൻ വരുന്നില്ല. ഉദാഹരണം, സൈഡ് മിറർ നോക്കാൻ പറഞ്ഞാൽ സൈഡ് മിറർ നോക്കില്ല, സ്റ്റിയറിംഗ് പെട്ടെന്ന് തിരിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് തിരിക്കില്ല, ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ വെച്ച് കൺട്രോൾ എടുക്കാൻ പറഞ്ഞാൽ. ഇപ്പം തന്നെ ഈ വണ്ടി നിൽക്കുന്ന ചെളിയിലാണ്, ഒരു കുഴിയിലാണ്. ഈ കുഴിയിൽ നിന്ന് വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ ഏത് കൊടുത്തേ എടുക്കാൻ പറ്റുള്ളൂ? ആക്സിലേറ്റർ. അപ്പോൾ ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ സ്വയം നമുക്ക് തോന്നണം ആക്സിലേറ്റർ വച്ച് ക്ലച്ചിനെ ഹാഫ് ക്ലച്ച് നിർത്തിയെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിക്ക് ഏത് റഫ് റോഡിലും വണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഓടിക്കാൻ പറ്റും. അപ്പോൾ അത്തരം പ്രാക്ടീസുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസുകളാണ്. പക്ഷേ ഇതിനെ വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യാത്ത കുട്ടികൾ, ഇപ്പം കാർത്തിക് 3ാമത്തെ പ്രാവശ്യം എടുത്തതുപോലെ, അവർക്കൊരു പക്ഷേ ഇങ്ങനെയൊന്നും എടുക്കാൻ കഴിയില്ല. അവർ ഈ 30 ദിവസത്തെ ക്ലാസ്സിനകത്ത് അവർ ക്ലാസ്സിൽ പുറകിലോട്ട് പോവുകയും പിന്നെ അവർ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കേണ്ട സ്ഥിതിവിശേഷം എത്തുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക. ഓക്കെ കാർത്തിക്, മിടുക്കൻ, കൺഗ്രാറ്റ്സ്, കണ്ടിന്യൂ ചെയ്തോ. അപ്പോൾ ഇനി 2 പ്രാവശ്യം എടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ 5 റൗണ്ട് ആവും. അപ്പോൾ ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഓരോ കുട്ടികളും ഇത് കാണുക, വിലയിരുത്തുക, ചിന്തിക്കുക. ആ ഒരു കുഴിയിൽ ആക്സിലേറ്റർ വച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടിയുടെ സ്പീഡ് ഓവർ സ്പീഡിലാകാതെ ആളെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും കഴിയണം. എല്ലാ കുട്ടികൾക്കും കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന ട്രെയിനിങ് ചില കുട്ടികൾക്ക് ക്ലിക്കാകാത്തത് അവരുടെ ടെക്നിക്കൽ നോളജ് കുറവോ മാനോവറിൻ്റെ കുറവോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയുള്ള ശ്രദ്ധക്കുറവുകളോ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ എച്ച് എടുക്കുമ്പോൾ ഏത് കുട്ടികൾക്കാണോ എച്ച് കറക്റ്റ് ആവാത്തത് അവർ ഇത്തരം വീഡിയോകൾ കാണുകയും ചേർത്ത് വരും. ഫുള്ള് താമസിച്ചു പോയി, മുഴുവൻ യെസ്. അപ്പോൾ അത് കണ്ട് ഇതുപോലെ കണ്ട. ഇപ്പോൾ അവിടെ തിരിക്കാൻ താമസിച്ചോ പറഞ്ഞു, ഉടനെ ആൾ ക്ലച്ച് ചവിട്ടി ഫുള്ള് തിരിച്ചു, അവിടെ കറക്റ്റായി. ചില കുട്ടികളെ അപ്പോഴും ക്ലച്ച് എടുത്തോളെ ഒരൊറ്റ തിരിപ്പങ്ങ് തിരിക്കും. അതുമാത്രമല്ല അവർക്കത് അറിയാനും കഴിയില്ല. അപ്പോൾ കണ്ണാടിയിലൂടെ തന്നെ നോക്കിയെടുക്കണം എന്നാണ് അടിവരയിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം,
സ്റ്റിയറിംഗ് തിരിക്കുന്നതിനും തിരിക്കുന്നതിനും വേഗത വേണം. ലെഫ്റ്റ് 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 മുഴുവൻ ഏത് വശത്താണോ കമ്പി ആ വശത്തോടാണ് തിരിക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കൺഫ്യൂഷൻ വന്നു, വണ്ടി അകന്നു പോയി, അടുത്ത പ്രാവശ്യത്ത് വരരുത്. അപ്പോൾ അവിടെ തിരിക്കാനൊരു ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ വണ്ടി അകന്നു പോയി. എന്നാലും ആളത് കറക്റ്റ് ചെയ്തു. കണ്ട ബോഡി ലെവലാകുമ്പം നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സൈഡിൽ പോയാലും ബോഡി ലെവലാകുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലെവലാവും. ഇതെല്ലാം നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ തുടക്ക ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങിയ 1-2 ദിവസത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച അതേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഫൈനൽ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പുതിയ ക്ലാസ്സുകളല്ല, നമ്മൾ പഠിച്ച ക്ലാസ്സുകളുടെ റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പോൾ അത്തരം മനോഹരമായ ക്ലാസ്സുകളാണ് MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾ ഓരോ കുട്ടികൾക്കും നൽകുക. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കി, നിങ്ങൾ സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിൻ്റെയും കാര്യമില്ല, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനും നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പക്ഷേ പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കൈവിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എച്ചെടുക്കുമ്പോൾ പെർഫോമൻസ് വരാത്ത കുട്ടികൾ ഈ വീഡിയോ ഇരുന്ന് കാണുക. എന്തുകൊണ്ട് കാർത്തികിന് കഴിയുന്നു, എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ കാർത്തിക് പറയുന്നത് കറക്റ്റ്, നമ്മൾ കമ്പികളെ നോക്കിയെടുക്കണം, സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് വേഗത വേണം. അപ്പോൾ അതിൻ്റെ എല്ലാം കുറവാണ് നമുക്ക് എച്ച് കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവും. ചേർത്ത് വരൂ. വെരി ഗുഡ്. മുഴുവൻ. വെരി ഗുഡ്, കറക്റ്റ്. ഇപ്പുറം അവിടെ കഴിഞ്ഞവൻ ഇപ്പുറം, പിന്നെ അവിടെ നോക്കരുത്. വെരി ഗുഡ്. ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് നോക്കരുത്, അടുത്ത പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ്, വെരി ഗുഡ്. ടയർ എത്തുന്നതിന് മുമ്പ് മുഴുവൻ തിരിച്ച് തീരണം, കമ്പിയിൽ തട്ടരുത്, അത്രയും ചേർക്കണ്ട. അപ്പോൾ തിരിച്ചാണ് റിട്ടേൺ. ഇനി ഫുള്ള് റൈറ്റ്. ഉണ്ടോ, മനസ്സിലായോ? ഇങ്ങനെ തട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും കറക്റ്റ് ചെയ്യണം. കറക്റ്റ്, റിട്ടേൺ. ബോഡി ലെവലാകുമ്പോൾ റിട്ടേൺ. ഇപ്പോഴും ബാക്ക് റൈറ്റിലോട്ട് പോയി, അത് കാർത്തികൻ്റെ ചെറിയൊരു അശ്രദ്ധയായിരുന്നു, മനസ്സിലായോ? ലെവലാകുമ്പോൾ തന്നെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്, മിടുക്കൻ, സൂപ്പറായി. അപ്പോൾ കാർത്തിക ഇനി ഞാനിവിടെ കാണില്ല, അടുത്ത ഇനി ഒരു റൗണ്ട് തനിച്ചെടുത്ത് എന്നെങ്കിൽ എനിക്ക് ഹോൺ അടിക്കണം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ഡയറക്ഷൻ ഞാൻ പറയും. മിടുക്കൻ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഗ്രൂപ്പിനകത്തിടും മറ്റു കുട്ടികൾക്ക് മാതൃകയാക്കാൻ വേണ്ടി. കാരണം ഒരു എച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ചില എന്നെക്കൊണ്ട് എച്ച് പറ്റുന്നില്ല, സ്പീഡ് കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ച് കൺട്രോൾ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കാൻ സ്പീഡില്ല, അല്ലെങ്കിൽ കമ്പികളെ നോക്കിയെടുക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എച്ചിൻ്റെ സീക്രട്സ് എന്ന് പറഞ്ഞാൽ. അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളിന് അടിപൊളിയായി എടുക്കാൻ പറ്റും. എന്ത് പറയുന്നു? ശരി, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ കാർത്തിക്.